അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വണ്ടിയിലാണ് ഉള്ളത്. ഇപ്പോൾ നമ്മൾ എത്താനായി. പരിപാടിക്ക് 4 മണിക്ക് പ്രോഗ്രാം. എല്ലാവരും ഉണ്ട്. ദിനേശ് ഭായി ഉണ്ട്, പിന്നെ കുട്ടസ് ദിനേശ് ഭായി, എല്ലാവരും ഇങ്ങനെ പരിപാടികൾക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ള സെറ്റാണ്. വേറെ വണ്ടികളുണ്ട്, അതിൽ ഉള്ള ഫ്രണ്ട്സ് ഉണ്ട്. എല്ലാവരും കൂടി പരിപാടിക്ക് ജിനുവാട്ടൻ, ബാർബൽ ജിനുവാട്ടൻ്റെ ഓർമ്മ പുതുപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും അങ്ങോട്ടേക്ക്. കണ്ണൂരിലെ ഒരു പ്രഗത്ഭ ഗുരുക്കളായിരുന്നു, കോച്ചിങ് ഗുരുക്കൾ. അത് ജിമ്മിലായിക്കോട്ടെ, പിന്നെ ബോഡി ബിൽഡിങ്ങിലും അതുപോലെ പവർ ലിഫ്റ്റിങ്ങിലും അത്രയും നല്ല കോച്ചിങ് കുട്ടിയെ കൊടുത്ത് ഇന്ത്യയുടെ പുറത്തും അത്രയും ഭയങ്കരമായ കുട്ടികൾ ഇപ്പോഴും പുള്ളീൻ്റെ കീഴിൽ പരിശീലനം ലഭിച്ച കുട്ടികൾ ഇപ്പോഴും പല സ്ഥലങ്ങളിലും ഗുരുക്കളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത് വെറും ജിനുവാട്ടൻ്റെ ആ ഒരു ടീച്ചിങ്ങിനോടുകൂടെ മാത്രമാണ്. അപ്പോൾ പുള്ളീൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടായ്മയായി അവർ ഒരു ഓർമ്മപ്പെടുത്തൽ ജിനുവാട്ടൻ്റെ. അപ്പോൾ എല്ലാവരും അവിടത്തേക്കാണ് പോകുന്നത്. ബാക്കി നമ്മൾ അവിടുന്ന് ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബൈ. ജിജു ചന്ദ്രൻ, ബെസ്റ്റ് എന്റർപ്രണർ. കരാട്ടെ കേരളത്തിന് പരിചയപ്പെടുത്തിയ പിതാവ് ചന്ദ്രൻ ഗുരുക്കളുടെ മകൻ ജിജു ചന്ദ്രൻ. പിതാവിന്റെ അർത്ഥബോധത്തിൽ നിന്ന് പ്രചോദനം ഉൾപ്പെട്ട ചെറുപ്പം മുതലേ ഫിറ്റ്നസിൽ അതീവ താല്പര്യം വളർത്തിയെടുത്തിരുന്നു. അദ്ദേഹം 1999 കേരള സംസ്ഥാന ബോഡി ബിൽഡിംഗ് ചാമ്പ്യനായി. ജിജു ചന്ദ്രനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. കണ്ണൂരിൻ്റെ ഒരു അഭിമാനം തന്നെയായിരുന്നു ബാർബൽ ജിനുവാട്ടൻ. 1997, 1999 ചിട്ടയായ ജീവിതശൈലി വളരെ എൻ്റെ സുഹൃത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അറിയാമായിരുന്നു. ജിനുവാട്ടൻ്റെ പേരിൽ ഒരു മലയാള മനോരമ ഒരു ഫീച്ചർ അതിലുണ്ടായിരുന്നു. അതെന്താന്ന് പറഞ്ഞാൽ, ജിനുവാട്ടൻ്റെ പാദ സ്പർശമാണ് കണ്ണൂർ ഉണർന്നത്. അത് ബാർബലുള്ള ജിനുവാട്ടൻ്റെ ശിഷ്യന്മാർക്ക് നല്ലപോലെ അറിയാമായിരുന്നു. അപ്പോൾ ജിനുവാട്ടൻ്റെ ചിട്ടമായ ജീവിത ശൈലി, രാവിലെ 3 മണി മുതൽ എണീച്ച് വർക്കൗട്ട് തുടങ്ങി ആ സമയത്ത് കോച്ചിങ് എനിക്കറിയുന്ന കുറേ ജിനുവാട്ടൻ്റെ ശിഷ്യന്മാർ പുറത്തൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ അഭിമാനത്തിനാണ് പുള്ളിയെ കണ്ണൂരിൽ മാത്രമല്ല ഇന്ത്യക്ക് പുറത്തും ഉണ്ടായിട്ടുണ്ടായിരുന്നു കൃഷ്ണൻ. പിന്നെ ജോലിയാട്ടൻ നമ്പർ 1 കോച്ചായിരുന്നു UAE ദുബായിൽ. കുറേ സ്റ്റുഡൻസ് അവിടെ ജോലിയാട്ടൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും നല്ല സ്റ്റുഡൻസ് ഉണ്ടായത് എല്ലാം ഈ ജിനുവാട്ടൻ്റെ ശിക്ഷണത്തിൽ കൂടെ ഇരുന്നതാണ്. അപ്പോൾ ആ ഗുരുത്വം, ശിഷ്യന്മാർക്കുള്ള ഗുരുക്കളോടുള്ള ആ സ്നേഹം പ്രേമരൂപയാണ് ഈ സംഗതി ഓർഗനൈസ് ചെയ്യിപ്പിച്ചത്. ഐ എം സോ ഹാപ്പി. ഇത്തിരി നല്ല ഇനിയും ഇതിനും കൂടുതൽ സ്പീക്കർ പറഞ്ഞ പോലെ ഹെൽത്ത് ക്ലബുകളും ജിനുവാട്ടൻ്റെ പേരിൽ എല്ലാ കണ്ണൂർ ബാർബൽ മീറ്റ്സ് എല്ലാവരും കൂടി ഒത്തോട് നിന്ന് നല്ല ജിനുവാട്ടൻ്റെ പേരിൽ ഇനിയും മുൻപോട്ടേക്ക് നല്ല പരിപാടികൾ ചെയ്യണമെന്ന് പറയുന്നു. അതുകൂടാതെ എന്നെ ഇവിടെ വിളിച്ച് ആദരിച്ച
കണ്ണൂർ മേറ്റ്സ് ഈ ഇങ്ങനെയുള്ള ഒരു അടയാളം തന്ന എല്ലാവർക്കും വളരെ 30-ാം കൊല്ലത്തിലായിരുന്നു 21st. അപ്പോൾ ഈ ആദരവ് ഈ ദിവസം കിട്ടിയതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. കൂടുതലൊന്നും പറയുന്നില്ല, മോസ്റ്റ് പറഞ്ഞു കഴിഞ്ഞില്ലായിരുന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്. Thank you, sir.